മമ്മിയെ പപ്പ പാടുന്ന എപ്പോഴാണ് മനസ്സിലായത്? എങ്ങനെയാ പപ്പയുടെ പാട്ട് മുമ്പേ എങ്ങനെയാ കേട്ടിട്ടുള്ളത്? ഇല്ല, അതിന് മുമ്പ് ചെറുപ്പത്തിലൊക്കെ സിനിമ കാണാൻ പോകുന്നല്ലാതെ പാട്ട് അങ്ങനെ പാടുക കുട്ടികളേനോ ഉറക്കുന്ന നേരത്തൊക്കെ പാട്ടും പാടുന്നല്ലാതെ അത് ശരി അങ്ങനെ പാട്ട് പാടി നടക്കണമെന്നില്ല. പിന്നെ പാട്ട് പാടുകയാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ഇവിടെ വന്നിട്ട് പാടുന്നത് അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ പാട്ടൊന്നും പാടി നടന്നു കണ്ടിട്ടില്ല. അത് ശരി. പിന്നെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഈ പാട്ട് പാടുന്നത് ഞാൻ കണ്ടത്. നന്നായി പാടണ്ടേ? നന്നായി പാടുവാണ്. അവര് കുടിക്കാൻ പോയിട്ടേ കരയിലൊക്കെ ചുറ്റി എടുത്തിട്ട് ഷാപ്പില് നല്ല സ്ഥലം കാണുകയാണെങ്കിൽ അവിടെയൊക്കെ പോയിട്ട്. അത് ശരി. ഷാപ്പിൽ പാടുവാണാവോ? ഷാപ്പിൽ പാടും. ഷാപ്പിൽ പാടുന്നു. ആൾക്കാർ ചുറ്റും വലിയ മേശക്കാരോട് എല്ലാവരും കൈവിട്ട് അയ്യോ ഓരോ നമുക്ക് നേരം പറയും. അത് കുടിക്കാൻ പറ്റുമോ? അല്ല, എന്താ പടം കാരണം എന്താണ്? അല്ല, മമ്മിക്ക് ഇപ്പൊ അത് ഫീൽ ചെയ്യാൻ കാരണം സങ്കടത്തിന്റെ പാട്ടല്ലേ അതിഷ്ടമാൻ കാരണം കുഴപ്പമൊന്നുമില്ല. ആലോചിച്ച് നോക്കിയിട്ട് കഴിഞ്ഞ കാലങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അതാണ്. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഇപ്പൊ പപ്പ അതേ അടുത്തിരുന്ന് ഇങ്ങനെ നല്ല രസമായിട്ട് പാട്ട് പാടി തരുന്നു. എല്ലാവർക്കും പാടിയത് മറ്റേ നബീലിന്റെ പാട്ടാണ്. 1000 പാദസരങ്ങൾ. 1000 പാദസരങ്ങൾ തെറ്റിയത് ശരിക്ക് പാടാം. നല്ല പാട്ടല്ല അത്. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. പപ്പയുടെ കൂടെ ജീവിച്ചിട്ട് മമ്മിക്കും കുറച്ച് പാട്ടൊക്കെ വരുന്നുണ്ട്. അതിൽ വേറെ പാടില്ല. അതിൽ പുസ്തകം നോക്കിയാൽ അറിയില്ല. അത് മനസ്സിൽ വരുന്നില്ല. നല്ല പാട്ടുണ്ടായിരുന്നു. ഏത് നദിയിലാണോ? നദി. പഞ്ചതന്ത്രം കഥയില്ല. അത് ഷോപ്പുകൾ പാടുന്നത് ചാരുത. പാടണം. അത് മുഴുക്കുള്ളറിയാം. തെറ്റാൻ പാടില്ല. 1000 പാദസരം